നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അങ്ങനെ വീണ്ടും UAE ആഘോഷത്തിന്റെ നാളുകൾ. പ്രവാസികളേവരെയും അമ്പരപ്പിലാഴ്ത്തി ഏഷ്യ കപ്പ് ഇതാ വരുന്നു. ഉദ്ഘാടന ഫൈനൽ മത്സരങ്ങൾ ഉൾപ്പെടെ ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ 13 മത്സരങ്ങൾ 10 നടക്കുന്നത് ദുബായിലാണെന്നാണ് ലഭ്യമാക്കുന്ന വിവരം. എല്ലാവരും ആകാംക്ഷയോടെയാണ് ഈ മത്സരത്തിനെ ഉറ്റുനോക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ആതിഥ്യമരുളുന്നതും ദുബായ് തന്നെയാകുന്നു. ഓഗസ്റ്റ് 27 ശ്രീലങ്ക അഫ്ഗാനിസ്ഥാൻ മത്സരത്തോടെ തുടങ്ങുന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് സെപ്റ്റംബർ 11 സമാപിക്കുക. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് 16 ദിവസത്തെ ടൂർണമെന്റിന് തുടക്കം കുറിച്ച് ശ്രീലങ്ക അഫ്ഗാൻ മത്സരം അരങ്ങേറുന്നത്. ഇതിനു മുന്നോടിയായി തന്നെ കാണികൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ദുബായ് പോലീസ്. സ്റ്റേഡിയത്തിനകത്ത് സെൽഫി സ്റ്റിക്ക് മുതൽ രാഷ്ട്രീയ പതാകകൾക്ക് വരെ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് അധികൃതർ. മത്സരത്തിന് 3 മണിക്കൂർ മുമ്പ് സ്റ്റേഡിയത്തിന്റെ ഗേറ്റുകൾ തുറക്കുന്നതായിരിക്കും. സാധുവായ ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രമായിരിക്കും സ്റ്റേഡിയത്തിൽ പ്രവേശനം അനുവദിക്കുക. 4 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവർക്ക് ടിക്കറ്റ് നിർബന്ധമാണ്. അകത്ത് കയറിയ ശേഷം പുറത്തു പോയാൽ പിന്നെ തിരികെ വരാൻ സാധിക്കില്ല. ഒരാളെ സ്റ്റേഡിയത്തിനകത്തേക്ക് പ്രവേശിപ്പിക്കുക എന്നത് സ്റ്റേഡിയം അധികൃതരുടെ അധികാരമാണ്. കളി കാണാൻ വരുന്നവർക്കായി പ്രത്യേകമായി പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാഹനങ്ങൾ സ്റ്റേഡിയത്തിന് പുറത്തേക്ക് തോന്നിയ പോലെ പാർക്ക് ചെയ്യാൻ അനുവദിക്കുന്നതല്ല. അതോടൊപ്പം തന്നെ സ്റ്റേഡിയത്തിൽ വിലക്കുള്ള സാധനങ്ങൾ ഇവയാണ്: റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ, മൃഗങ്ങൾ, ഗ്ലാസുകൾ, മത്സരങ്ങൾ ക്യാമറയിൽ പകർത്തൽ, ക്യാമറ ഫ്ലാഷ് അടിക്കൽ, നിയമവിരുദ്ധവും അപകടകരവുമായ സാധനങ്ങൾ, റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ, പവർ ബാങ്ക്, സെൽഫി സ്റ്റിക്കുകൾ, കുടകൾ, മൂർച്ചയുള്ള സാധനങ്ങൾ, പടക്കങ്ങൾ, പൂത്തിരികൾ, ലേസറുകൾ, പുറത്തുനിന്നുള്ള ഭക്ഷണപാനീയങ്ങൾ, രാഷ്ട്രീയ കൊടികളും ബാനറുകളും, ബൈക്കുകൾ, സ്കേറ്റിംഗ് ബോർഡുകൾ, സ്കൂട്ടറുകൾ, പുകവലി എന്നിവയാണ്. ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമും പാകിസ്ഥാൻ ടീമും ബുധനാഴ്ച തന്നെ ദുബായിലെത്തി പരിശീലനം ആരംഭിച്ചിരുന്നു. 28 ഇരു രാജ്യക്കാരായ പ്രവാസികളിൽ ഉൾപ്പെടെ വലിയ ആവേശം നിറയ്ക്കുന്ന ഇന്ത്യ പാക് മത്സരം നടക്കുക. ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, ശ്രീലങ്ക ടീമുകളും നേരത്തെ തന്നെ ദുബായിലെത്തിയിട്ടുണ്ട്. എല്ലാ ടീമുകളും ദുബായ് ICC ക്രിക്കറ്റ് അക്കാദമി മൈതാനത്താണ് പരിശീലനം നടത്തുന്നത്. നായകൻ രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ വിരാട് കോഹ്ലി ഉൾപ്പെടെ മുഴുവൻ ടീം അംഗങ്ങളും ദുബായിൽ എത്തിയിട്ടുണ്ട്. പരിശീലനത്തിനിടെ കണ്ടുമുട്ടിയ ഇന്ത്യൻ മുൻ നായകൻ വിരാട് കോഹ്ലിയും പാകിസ്ഥാൻ ക്യാപ്റ്റൻ ബാബർ അസമും പരസ്പരം ഹസ്തദാനം ചെയ്ത് കുശലാന്വേഷണങ്ങൾ പങ്കിടുന്ന രംഗം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനോടകം തന്നെ വൈറലായി മാറിയിട്ടുണ്ട്. ആതിഥേയരായ UAE ക്രിക്കറ്റ് ടീം ഏഷ്യ കപ്പിന് യോഗ്യത നേടാനാവാത്തതിന്റെ സങ്കടത്തിലാണ്. എന്നിരുന്നാൽ തന്നെയും ഒമാനിൽ നടന്ന അവസാന യോഗ്യതാ മത്സരത്തിൽ ഹോങ്കോങ്ങിനോട് 8 വിക്കറ്റ് പരാജയം ഏറ്റുവാങ്ങിയ UAE ടീം ടൂർണമെന്റിൽ നിന്ന് പുറത്താവുകയായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.